Hello, NEET aspirants. Welcome to another video. ഹായ്, ഐ എം അഫ്ര. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു എങ്ങനെയാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, പെട്ടെന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് എങ്ങനെയാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പ്ലസ് ഇതിൻ്റെ സാമ്പിൾസൊക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. അതിൽ ഈ നോട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ആ നോട്ട്സ് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ റെഫറൻസ് വെച്ചിട്ട് പുതിയ നോട്ട്സൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഷോർട്ട് നോട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. എൻ്റെ ഇമെയിൽ ഞാൻ താഴ്ത്തു കൊടുക്കാം. എന്തെങ്കിലും മിസ്റ്റേക്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഇമെയിലിലേക്കും അയച്ചാൽ മതി. ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യേണ്ട ഡൗട്ട് എനിക്ക് തോന്നുന്നത് എവിടെയാണ് ഷോർട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഒരു സ്പൈറൽ നോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ നോട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ സാധാ നോട്ട് മതി. ഇങ്ങനത്തെ സാധാ നോട്ടുകൾ, പ്ലെയിൻ പേപ്പറുള്ള സാധാ നോട്ടായാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ സാധാ ക്ലാസ്മേറ്റിൻ്റെയോ അല്ലെങ്കിൽ ക്യാമ്ലിൻ്റെ നോട്ട്ബുക്സ് ഒക്കെ വാങ്ങിച്ചാൽ മതി. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനത്തെ സ്പൈറൽ നോട്ടാണ്. അതാവുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മൂന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ നോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമൊന്നും വാങ്ങിക്കേണ്ട. പക്ഷേ ഈ നോട്ട് എപ്പോഴും ലാസ്റ്റ് വരെ, നീറ്റ് എക്സാം വരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനുള്ള രീതിയിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ എന്തായാലും ഒരു മാസം കൂടി അല്ലേ ഉള്ളൂ, അപ്പോൾ പ്രശ്നമല്ല. നിങ്ങൾ ഏത് നോട്ടിൽ എഴുതിയാലും വലിയ സീനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ നോട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും രാവിലെ ഇതെടുത്ത് റിവൈസ് ചെയ്യും. ഈ നോട്ട്സിൽ ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന സമയത്ത് ഇക്വേഷൻ ബുക്കും ഷോർട്ട് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു നോട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ ഞാൻ മാറ്റി എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ ദിവസവും രാവിലെ ഞാൻ എടുത്ത് നോക്കും. ഇന്നിപ്പോൾ ഞാനൊരു ചാപ്റ്റർ പഠിച്ചു, അതിന് ഇക്വേഷൻസ് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നാളെ അതെടുത്ത് നോക്കും. നാളെ വീണ്ടും വേറെ ചാപ്റ്ററിൻ്റെ അത് എഴുതും. മറ്റന്നാളെ ഇന്ന് പഠിച്ച ചാപ്റ്ററും നാളെ പഠിച്ച ചാപ്റ്ററിൻ്റെ നോക്കും. അങ്ങനെ ആഡ് ഓൺ ആക്കി ലാസ്റ്റ് ആവുന്ന സമയത്തേക്ക് അത്ര സമയമൊന്നും വേണ്ട നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാസം 1 മന്ത് ഡെയിലി ഞാൻ ഇതെടുത്ത് നോക്കും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഇക്വേഷൻസ് ഒക്കെ പേപ്പറിൽ എഴുതി പഠിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇക്വേഷൻസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. എൻ്റെ മാത്തമാറ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യണമല്ലോ, അതൊക്കെ ഒന്ന് റെഡി ആയി വരും ചെയ്തു. ഇപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ എന്താ ചെയ്യുക, കൂടുതലായിട്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതിയെടുത്ത് അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതുന്ന സമയത്തൊക്കെ ടൈം തികയാത്ത പോലെ തോന്നുന്നില്ലേ? ഇതിൻ്റെ മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ ബയോളജി അറ്റൻഡ് ചെയ്യുന്ന നീറ്റിനുണ്ടല്ലോ, ഞാൻ അത്രയും കാലം MCQs കുറേ അറ്റൻഡ് ചെയ്ത് പോയി. പക്ഷേ അവിടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് കൂടുതലും അസേഷൻ റീസണും പിന്നെ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, മൾട്ടി ഓപ്ഷൻ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് നീറ്റ്, ദിശ പബ്ലിക്കേഷൻസിൽ നീറ്റ് ബയോളജി എലവേറ്റ് എന്ന് പറഞ്ഞ ബുക്ക്. ഈ ബുക്കിൽ സാധാ MCQs മാത്രമല്ല, സാധാ MCQs ഇല്ല ആക്ച്വലി. ഇതിൽ കൂടുതലായിട്ട് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, മാച്ചിങ് ക്വസ്റ്റ്യൻസ്, പിന്നെ മൾട്ടി ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ്, 2-3 ഓപ്ഷൻസ് 1 and 2 കറക്റ്റ്, 2 and 3 കറക്റ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. കഴിഞ്ഞ 6 വർഷത്തെ നീറ്റിൻ്റെ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിലുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ അസേഷൻ റീസൺസും മാച്ചിങ് ക്വസ്റ്റ്യൻസ് മാത്രം കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പ്ലസ് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും. ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 75 to 100 ക്വസ്റ്റ്യൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 11th സ്റ്റാൻഡേർഡിലെയും 12th സ്റ്റാൻഡേർഡിലെയും NCERT ബേസ്ഡ് ആയിട്ടാണ് ഇതിലെ ഓരോ ക്വസ്റ്റ്യനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ 32 ചാപ്റ്റേഴ്സ്, നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ള 32 ചാപ്റ്റേഴ്സിൽ നിന്നും ഈ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓർക്കണം, MCQ മാത്രമല്ല, അസേഷൻ റീസൺസും മാച്ചിങ് ക്വസ്റ്റ്യൻസും ആണ് ഇതിലുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും എക്സ്ട്രാ ടൈം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ബയോളജി എന്തായാലും ചെയ്തേ പറ്റൂ. ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ദിശ പബ്ലിക്കേഷൻസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40% ഓഫ് ഉണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഡിസ്കൗണ്ട്, എൻ്റെ കൂപ്പൺ കോഡ് AFRA05 എന്നത് യൂസ് ചെയ്താൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ബുക്ക്. അപ്പോൾ മാക്സിമം നിങ്ങൾ മാച്ചിങ് ക്വസ്റ്റ്യൻസ്, അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസിനൊക്കെ പ്രാക്ടീസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് വാങ്ങിച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയ സമയത്തുണ്ടല്ലോ, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ എനിക്ക് അറിയില്ലാവില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കിയിട്ട് അതിൻ്റെ ഇക്വേഷൻസും കൂടെ ഞാൻ എൻ്റെ ഇക്വേഷൻ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഞാൻ ഇതിലേക്കൊന്ന് എഴുതിയെടുക്കും. ഇതിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൻ്റെ കാണിച്ചു തരാം. വർക്ക് എനർജി പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ വർക്കിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പ്ലസ് അതൊരു പിരമിഡിൻ്റെ മുകളിൽ വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്, എങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്, പൊട്ടൻഷ്യൽ
പൊട്ടൻഷ്യൽ എനർജിയിൽ എങ്ങനെയാണ് കൈനറ്റിക് എനർജി കൺവേർട്ട് ആകുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്, പിന്നെ ഓരോ വർക്കും എക്സ്റ്റേണൽ വർക്കും ഇന്റേണൽ വർക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, ഈ സ്പ്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഇൻ എ സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും എക്സ്ട്രാ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലസ് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം മീൻസ് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 10 വർഷം നീറ്റിനൊക്കെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇക്വേഷനൊക്കെ ഞാൻ പ്രത്യേകം ഒരു പെട്ടീൻ്റെ ഉള്ളിൽ തന്നെ ആക്കി വെക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു പെട്ടീൻ്റെ ഉള്ളിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കാം. പ്ലസ് അതിനടുത്ത് തന്നെ ആ പിക്ചറൊക്കെ ഒന്ന് വരച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ബുക്ക് വായിക്കുന്ന സമയത്ത് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് ഈ പിക്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വർക്ക് എനർജി പവറിൽ നിങ്ങൾക്ക് അറിയാം ഈ ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ നമ്പർ ഓഫ് ബുള്ളറ്റ്സ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അപ്പോൾ അവിടെ വരുന്ന കൈനറ്റിക് എനർജി എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവിടെ ആ ഒരു ബുള്ളറ്റിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് നമ്മൾ ആ ബ്ലോക്കിന് മുകളിൽ കൊടുക്കണം എന്നുള്ള സംഭവമൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് അഡ്വാൻസ് ലെവലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യനും ഇക്വേഷനും അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇതൊന്നും കിട്ടിയെന്ന് വരില്ല, പെട്ടെന്ന് ഫിസിക്സ് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഞാൻ ഫിസിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണിന്ന് വെള്ളം വരുന്ന ആ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ അങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രാവിറ്റേഷൻ്റെ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ അതിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഫസ്റ്റ് എഴുതി വെച്ചു, അതിന് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് എഴുതി വെച്ചു. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടിക്കോളത്തിലാക്കിയിട്ട് വെച്ചു, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ഗ്രാഫ് ഉണ്ടാവും, ഗ്രാഫ് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഗ്രാഫൊക്കെ വരച്ചു വെച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് മീൻസ് എനിക്ക് സ്വന്തം വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മാക്സിമം എല്ലാ ഇക്വേഷൻസും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. ഈ ബുക്ക് എടുത്തിട്ട് എവിടെയെങ്കിലും ഞാൻ കുടുങ്ങി പോവുകയാണെങ്കിൽ പോലും ആ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി +2 ചാപ്റ്റേഴ്സ് ഞാൻ കാണിച്ചു തരണമെങ്കിൽ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്റർ. ഇതിൽ ഓരോ വരുന്ന ക്വസ്റ്റ്യൻസും ഓരോ ട്രയാങ്കിളിന് അവിടെ ഓരോ ചാർജ് വെച്ചാൽ എങ്ങനെയാണ് ഫോഴ്സ് വരാൻ വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ ഫിഗർ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്, ഓരോ ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബുക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റും. എന്നിട്ട് ഇതെല്ലാ ദിവസവും രാവിലെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ കോൺസെപ്റ്റ് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ ബയോളജിയിൽ ഞാനിത് ചെയ്തിട്ടുണ്ടായില്ല. ബയോളജിയിൽ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലസ് അതിൻ്റെ ഒരു കുഞ്ഞ് സ്പൈറൽ നോട്ടുണ്ട്. ആ സ്പൈറൽ നോട്ടിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയെടുത്തു. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഞാൻ കെമിസ്ട്രി കാണിച്ചുതരാം. കെമിസ്ട്രിയിൽ എല്ലാ ചാപ്റ്ററിലും ഞാൻ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ ഇക്വേഷൻ എഴുതാനില്ല. ഫിസിക്കൽ കെമിസ്ട്രിയിലാണ് കൂടുതലായിട്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചത്. ഓരോ ഇക്വേഷൻസും കോർഡിനേഷൻ നമ്പർ, പാക്കിംഗ് എഫിഷ്യൻസി, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചു. പ്ലസ് ഇതിൽ മറ്റേ സൊല്യൂഷൻസ് പറഞ്ഞ ചാപ്റ്ററിൽ അതിൽ ഓരോ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇക്വേഷൻസും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുന്നതിലൂടെ ഞാനും അത് പഠിക്കുന്നുണ്ട്. പ്ലസ് അത് എല്ലാ ദിവസവും രാവിലെ എടുത്ത് നോക്കുമ്പോൾ അതൊന്ന് റിവിഷനും ആവും ചെയ്യും. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സും കെമിസ്ട്രിയിൽ എഴുതിയിട്ടുണ്ടാവില്ല. ഞാൻ കൂടുതലായിട്ടും ടെക്സ്റ്റ് ബുക്കിന് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നത്. ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി എന്ന് വെച്ചോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എഴുതി വെച്ചെന്ന് വെച്ച് നമുക്ക് ഒരിക്കലും നീറ്റിൽ നല്ല മാർക്ക് കിട്ടാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ വേണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഇനിയുള്ള ടൈം കംപ്ലീറ്റ്ലി അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബാക്ക്ലോഗ് ആയിരിക്കുന്ന ചാപ്റ്റേഴ്സ് എങ്ങനെ തീർക്കണം എന്നുള്ളത് ഞാൻ വേറെ തന്നെ പറഞ്ഞുതരാം. ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ ഇത് വെറും ഷോർട്ട് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാം, ഷോർട്ട് നോട്ട്സ് എങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പ്ലസ് ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലും ടെലിഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾ എന്തായാലും ആ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടുന്നതായിരിക്കും. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം കേട്ടോ. പ്രോബബ്ലി വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവിൻ്റെ ലിങ്കും ഞാൻ അവിടെ കൊടുത്തു വെക്കുന്നുണ്ട്. ഞാൻ എഴുതിയ ചാപ്റ്റേഴ്സിന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ റെഫറൻസ് ആക്കി എടുക്കുക. ആ റെഫറൻസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നോട്ട്സ് ചെയ്താൽ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇനി ഇത് നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതും താഴത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നന്നായിട്ട് പഠിക്കാം, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.